ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ ബീഫ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് റൈസ്, പൊറോട്ട, ചപ്പാത്തി, പത്തിരി അങ്ങനെ എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബീഫ് കറി ഉണ്ടാക്കുന്നതിനായി 2 വലിയ സവാള, 1 കപ്പ് ചെറിയുള്ളി, 2 തക്കാളി, 5-6 പച്ചമുളക്, അല്പം കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ബീഫ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഇത്രയും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കറി ഉണ്ടാക്കുമ്പോൾ പൊടികൾ നേരിട്ട് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ചേർക്കുമ്പോൾ. അതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടികളൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. കറി ഉണ്ടാക്കുന്നതിനായി ഒരു കുക്കറിലേക്ക് ബീഫ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, തക്കാളി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെയും അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു 20 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബീഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി കറി താളിക്കുന്നതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 പിടി ചെറിയുള്ളി അരിഞ്ഞത്, അല്പം കറിവേപ്പില ഇത്രയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാളയൊന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. Thanks for watching. Bye.